പ്രോബ്ലങ്ങളോ ഒന്നും ഈ ഒരു മൊഡ്യൂളിലില്ല. മൊഡ്യൂൾ 6 ഈസ് സ്ട്രക്ചറൽ ഡൈനാമിക്സ്. അപ്പം ഇതില് സം ബേസിക് ഡെഫിനിഷൻസ്, കുറച്ച് ടേംസ് എന്തൊക്കെയാണ്, അതായത് ഡൈനാമിക്സ് സ്ട്രക്ചറുകളിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ലോഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് പോയിന്റ് ലോഡ്, UDL, അതുപോലെ യൂണിഫോംലി വേരിങ് ലോഡ്, അതെല്ലാം സ്റ്റാറ്റിക് ലോഡിംഗ് ആണ്. എന്താണ് സ്റ്റാറ്റിക് ലോഡിംഗ്? ഒരു നമുക്ക് ത്രൂ ഔട്ട് ദ പീരീഡ് ആ ഒരു ടൈം വേരി ചെയ്യുന്നതനുസരിച്ച് ആ ലോഡിന് മാറ്റമൊന്നുമില്ല. ലോഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് പോകും അല്ലെ? ബട്ട് സ്ട്രക്ചറൽ ഡൈനാമിക്സിൽ വരുന്നത് ലോഡിംഗ് എന്ന് പറയുന്നത് ഡൈനാമിക് ലോഡിംഗ് ആണ്. അപ്പം എന്താണ് ഡൈനാമിക് ലോഡിംഗ് അല്ലെങ്കിൽ ഡൈനാമിക്സിനോട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ഡെഫിനിഷൻസ് പഠിക്കാനുണ്ട്. എക്സാമിന് കൂടുതൽ നിങ്ങൾക്ക് ചോദിക്കുക, ഇതിൽ കുറെ ഡെറിവേഷൻസ് വരുന്നുണ്ട്. കുറച്ച് കണ്ടീഷൻസ്, പല കണ്ടീഷൻസിലുള്ള ഡെറിവേഷൻസ് വരുന്നുണ്ട്. അപ്പം പ്രോബ്ലം ചെയ്യാൻ അത്ര ടഫ് ആയിട്ടുള്ളവർക്ക് ഈ ഒരു മൊഡ്യൂളില് ഡെറിവേഷൻസ് പഠിച്ചാൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ്. സോ ഫസ്റ്റ് നിങ്ങൾക്ക് ഡെഫിനിഷൻസ് പഠിക്കാനുള്ളത്. ഡെഫിനിഷൻസിൽ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നിന്നൊന്നും അധികം ചോദിച്ചു കണ്ടിട്ടില്ല ഡെഫിനിഷൻസ്. ഓക്കെ, സോ ബേസിക്കലി വാട്ട് ഈസ് ഡൈനാമിക് ലോഡിംഗ്? ഓൾറെഡി ഞാൻ പറഞ്ഞു, ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ലോഡിംഗ്, അത് ടൈം ഡിപ്പെൻഡന്റ് ആണ്. അതായത് ടൈം മാറുംതോറും ലോഡും വേരി ചെയ്തുകൊണ്ടിരിക്കും ഇല്ലേ? ഡൈനാമിക് നിങ്ങൾ മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ട്, ഡൈനാമിക്സ്, സ്റ്റാറ്റിക്സ് ഇല്ലേ? അതായത് ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ സംതിങ് റിലേറ്റഡ് ടു മോഷൻ, അല്ലെങ്കിൽ ടൈം മാറുംതോറും നിങ്ങൾക്ക് നമ്മുടെ ലോഡിങ്ങിൽ നല്ല വേരിയേഷൻ വരിക. സോ ഡൈനാമിക്സ് ഈസ് സിംപ്ലി ഡിഫൈൻഡ് ആസ് ടൈം വേരിയേഷൻ. ടൈം എല്ലാ ലോഡിങ്ങും നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ലോഡ് എല്ലാത്തിലും നമ്മൾ ലോഡ് പി എന്ന് വിളിക്കുന്നു അല്ലെ? അതൊക്കെ സ്റ്റാറ്റിക് ലോഡിംഗ് ആണ്. ബട്ട് ഡൈനാമിക് ലോഡ് ആകുമ്പോൾ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. എല്ലാത്തിനെയും നമ്മൾ ടൈമിന്റെ ഫംഗ്ഷൻ ആയിട്ടാ പറയാ. ബിക്കോസ് ഇറ്റ് ഈസ് ടൈം ഡിപ്പെൻഡന്റ്. ടൈം വേരി ചെയ്യുന്തോറും ലോഡ് വേരി ചെയ്യും. സോ ഡൈനാമിക് ലോഡിംഗ് ഈസ് എനി ലോഡ് whose magnitude, direction and position vary with respect to time. ടൈം വേരി ചെയ്യുന്തോറും ഇതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും പൊസിഷനും വേരി ചെയ്യും. അപ്പൊ ഒരു സ്ട്രക്ചർ, നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്ന വലിയ വലിയ സ്ട്രക്ചറുകളൊക്കെ അതിൽ സ്റ്റാറ്റിക് ലോഡിംഗ് ഉണ്ടാകാം, ഡൈനാമിക് ലോഡിംഗ് ഉണ്ടാകാം. അപ്പം സ്ട്രക്ചറുകളെ യൂഷ്വലി ഡൈനാമിക് ലോഡിങ്ങിന് കൂടെ നമ്മൾ ഡിസൈൻ ചെയ്യും. സോ when a structure is subjected to dynamic load, it starts to vibrate. അല്ലെ? ഡൈനാമിക് ലോഡിങ്ങിന് എക്സാമ്പിൾസ് പറയാമോ? ഒരു ബിൽഡിംഗ്, ഒരു മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗിൽ ഏത് തരത്തിലായിരിക്കാം ഒരു ഡൈനാമിക് ലോഡിംഗ് വരിക? ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? ആരെങ്കിലും? ഏത് തരത്തിലുള്ള ലോഡ് ആവാം ഒരു ബിൽഡിംഗിൽ ഡൈനാമിക് ലോഡിംഗ് ആയിട്ട് വരാനുള്ള ചാൻസ്? ലൈവ് ലോഡാണോ? ആക്ച്വലി ലൈവ് ലോഡും ഡെഡ് ലോഡും കമ്പൈൻ, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മൾട്ടി സ്റ്റോറി ഫ്രെയിമിന്റെ അനാലിസിസിൽ നമ്മൾ പറഞ്ഞത്, ഡിസൈൻ ചെയ്യാൻ നേരം ഡെഡ് ലോഡും ലൈവ് ലോഡും കോമ്പിനേഷൻ ഒക്കെ വെച്ച് ഡിസൈൻ ചെയ്തില്ലേ? അതെല്ലാം സ്റ്റാറ്റിക് ലോഡിംഗ് ആണ്. അതായത് ലൈവ് ലോഡ് ആണെങ്കിലും, ലൈവ് ലോഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഒരു സ്ട്രക്ചറിൽ അഡീഷണലി നമ്മൾ കൊടുക്കുന്ന ലോഡാണ്. ബട്ട് അത് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ അത് അവിടെ ഉണ്ടാകും. ഓക്കെ, ഡെഡ് ലോഡ് മീൻസ് അത് ഓൾവേസ് അതിൽ ഉണ്ടാവുന്ന ഒരു ലോഡ്. അതായത് നമ്മുടെ സെൽഫ് വെയിറ്റ് ആകാം, അല്ലെങ്കിൽ ആ ഒരു ബിൽഡിംഗിൽ ഉണ്ടാവുന്ന ഏതെങ്കിലും മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഫർണിച്ചർ, അങ്ങനെ എന്തെങ്കിലും വെയിറ്റുകളുടെ ടോട്ടൽ സമ്മാണ് ഡെഡ് ലോഡ് എന്ന് പറയുന്നത്. ലൈവ് ലോഡ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വെയിറ്റ്. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മളുടെ ലോഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അതായത് നമ്മുടെ ഇപ്പൊ ഒരു ലോഡ് എന്ന് പറയുന്നത് ആ വാല്യൂ കോൺസ്റ്റന്റ് ആണ് ത്രൂ ഔട്ട് ദ ടൈം. ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിലേക്ക് നമ്മൾ ആ ഒരു ബിൽഡിംഗിൽ ഉണ്ടെങ്കിൽ അതൊരു ലൈവ് ലോഡ് ആയിട്ട് കണക്കാക്കാം. ബട്ട് ഡൈനാമിക് ലോഡിംഗ് മീൻസ് ഈ വേരിയേഷൻ, ടൈം വേരിയേഷൻ എന്ന് പറയുന്നത് അത് വളരെ ചെറിയൊരു വേരിയേഷനിലായിരിക്കും. അതായത് ഒരു സെക്കൻഡിൽ തന്നെ, ഒരു സെക്കൻഡിലെ ലോഡ് ആയിരിക്കില്ല അടുത്ത സെക്കൻഡിൽ, ആ അടുത്ത സെക്കൻഡിലെ ലോഡ് ആയിരിക്കില്ല തൊട്ടടുത്ത സെക്കൻഡിൽ. അത്രയും ചെറിയ ടൈം വേരിയേഷനിൽ ലോഡ് നല്ലോണം വേരി ചെയ്യും. ഇപ്പൊ പറയാമോ ഏത് തരത്തിൽ ഏതായിരിക്കും ഒരു ഡൈനാമിക് ലോഡിംഗ് വരുന്നത്? ലൈവ് ലോഡ് ഇസ് എ സ്റ്റാറ്റിക് ലോഡ്. ഡെഡ് ലോഡ് earthquake. Yeah. Then wind load. wind load. Good.
അപ്പം ഒരു ടോൾ സ്ട്രക്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ എർത്ത് ക്വേക്ക് അതുപോലെ വിൻഡ് ലോഡ് എന്നൊക്കെ പറയുന്നത് എന്താണ് സ്മോൾ ടൈം ഫ്രാക്ഷനിൽ നല്ലപോലെ വേരി ചെയ്യുന്ന ലോഡുകളാണ്. അതാണ് ഡൈനാമിക് ലോഡ്. അപ്പം ഒരു എർത്ത് ക്വേക്ക് റെസിസ്റ്റന്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത് അതിനെ നമ്മൾ ഡൈനാമിക്കലി റെസിസ്റ്റന്റ് ആയിരിക്കണം, ഡൈനാമിക് ലോഡുകളെ റെസിസ്റ്റ് ചെയ്യുക. അതല്ല ഇപ്പം അങ്ങനെ അതിന് റെസിസ്റ്റന്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഡൈനാമിക് ലോഡുകൾ വരുന്ന സമയത്ത് ആ സ്ട്രക്ചർ കൊളാപ്സ് ആവും. സോ വെൻ a structure is subjected to dynamic load, it starts to vibrate. അല്ലെ, എർത്ത് ക്വേക്ക് ഒക്കെ ആണെങ്കിൽ വന്നാൽ എന്ത് പറ്റും? ബിൽഡിംഗ് വൈബ്രേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. അതിന് കാരണം എന്താണ്? ലോഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് അല്ല, ഒരു സെക്കൻഡ് ഓരോ ഫ്രാക്ഷൻ ഓഫ് ടൈമിൽ അത് വലുതായിട്ട് വേരി ചെയ്യുന്നുണ്ട്. സോ വെൻ ഒരു 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 ഡൈനാമിക് ലോഡ് വരാണ്. ഡൈനാമിക് ലോഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ ലോഡ് വേരി ചെയ്യും, ഒരു സെക്കൻഡിലെ ലോഡല്ല അടുത്ത ടൈമിൽ. അപ്പം നോർമലി ഒരു ലോഡ് ആക്ട് ചെയ്താൽ നമ്മുടെ ബിൽഡിംഗ് അല്ലെങ്കിൽ ഏതൊരു മെമ്പർ ആണെങ്കിലും അതിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ. അല്ലെ, ഒരു ലോഡ് വന്നാൽ അതിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ. അടുത്ത സെക്കൻഡിൽ ആ ലോഡിന് വേരിയേഷൻ വന്നാൽ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മോഷനിൽ നിന്ന് അതിന് അടുത്ത സ്റ്റേറ്റ് ഓഫ് മോഷനിലേക്ക് പോകണം. അപ്പൊ എന്താ അവിടെ ഉണ്ടാവുന്നത്? ഇനേർഷ്യ ഫോഴ്സസ്. അല്ലെ, ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് അതിനുണ്ടാവുന്ന റെസിസ്റ്റൻസ് ആണ് എന്ത്? ഇനേർഷ്യ എന്ന് പറയുന്നത്. സോ വൈബ്രേഷൻ ഫോഴ്സ് ഉണ്ടായാൽ സ്ട്രക്ചർ ഡെവലപ്സ് സിഗ്നിഫിക്കന്റ് നമ്പർ ഓഫ് ഇനേർഷ്യ ഫോഴ്സസ് ആൻഡ് ഓൾസോ സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഓഫ് മെക്കാനിക്കൽ എനർജി സ്റ്റോർഡ് ആസ് കൈനറ്റിക് എനർജി. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു സ്ട്രക്ചർ വൈബ്രേറ്റ് ചെയ്യാണ്. വൈബ്രേഷന് കാരണം എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന പല എമൗണ്ട് ഓഫ് എനർജി, ഒരു ലോഡ് ഓരോ ടൈം ഇന്റർവെല്ലിലും പല വേരിയേഷനിലുള്ള ലോഡ് വരുന്നു. അപ്പൊ ലോഡ് വരുമ്പം അതിനെന്താണ്? മെക്കാനിക്കലി അത് അല്ലെങ്കിൽ ഒരു മോഷൻ വരാണ്. മോഷൻ വരുമ്പോൾ ഒരു സ്റ്റേറ്റ് ഓഫ് മോഷനിൽ നിന്ന് അടുത്ത സ്റ്റേറ്റ് ഓഫ് മോഷനിലേക്ക് ലോഡ് മാറും തോറും ഇതിന് റെസിസ്റ്റ് ചെയ്യും. അപ്പം ഇനേർഷ്യ ഫോഴ്സസ് ഡെവലപ്പ് ചെയ്യും. ആൻഡ് ഈ മോഷൻ കാരണം ഉണ്ടാവുന്ന മെക്കാനിക്കൽ എനർജി ഇത് ഇതിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. അങ്ങനെയാണ് സ്ട്രക്ചർ വൈബ്രേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? സോ ദിസ് ഈസ് വാട്ട് ഡൈനാമിക് ലോഡിംഗ്. ആൻഡ് നമുക്ക് പഠിക്കേണ്ടത് ഡൈനാമിക് ലോഡിംഗ് കാരണം ഒരു സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് തരത്തിൽ അല്ലെങ്കിൽ രണ്ട് ഡിഫറെന്റ് അപ്രോച്ചസ് ഉണ്ട്. ഡിറ്റർമിനിസ്റ്റിക് അനാലിസിസും നോൺ ഡിറ്റർമിനിസ്റ്റിക് അനാലിസിസും. ഡിറ്റർമിനിസ്റ്റിക് അനാലിസിസ് എന്ന് പറയുന്നത് ഇതില് ഇപ്പോ ടൈം വേരി ചെയ്യുന്നതനുസരിച്ച് ഇതില് വാല്യൂസ് അല്ലെങ്കിൽ നമുക്ക് ഈ വൈബ്രേഷൻ എന്ന് പറയുന്നതിനെ നമുക്കൊരു വേവ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ പറയുന്ന ഡൈനാമിക് ലോഡിങ്ങിനെ യൂഷ്വലി നമ്മൾ ഒരു വേവ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും, ഒരു വേവ് ഫോമിൽ. അപ്പൊ വേവ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നോക്കാം, ഓരോ വേവിനും ഓരോ ടൈം ഇന്റർവെൽ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്താ പറയാ? പീരീഡ്, ടൈം പീരീഡ് എന്ന് പറയും. ഫ്രീക്വൻസി ഉണ്ട് ഓരോ വേവിന്. ഇതൊക്കെ നിങ്ങൾക്ക് ഇനി വരുന്നുണ്ട് പഠിക്കാനായിട്ട്. അപ്പം ഈ കാര്യത്തിൽ ഇപ്പൊ നമുക്ക് ഈ പറയുന്ന ഡൈനാമിക് ലോഡ് വരുന്ന സമയത്ത് അതിൽ വേരി ചെയ്യുന്ന കാര്യങ്ങൾ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവാം, ആക്സിലറേഷൻ ഉണ്ടാവും, വെലോസിറ്റി ഉണ്ടാകാം. അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള സ്ട്രക്ചറുകളിൽ ലോഡ് അപ്ലൈ ചെയ്തു, സ്റ്റാറ്റിക് ലോഡ് ആയിരുന്നു. അപ്പം ആകെ ഉണ്ടായിട്ടുള്ള ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നു. അല്ല, ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ റൊട്ടേഷൻ ഒരു ഡിഗ്രിക്കേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ബട്ട് ഇവിടെ ഡൈനാമിക് ലോഡിംഗ് വരുന്ന സമയത്ത് എന്താണ്? ടൈം വേരി ചെയ്യുന്നുണ്ട്. ടൈം വേരി ചെയ്യാന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. ടൈം അനുസരിച്ച് ഡിസ്പ്ലേസ്മെന്റ് വേരി ചെയ്താൽ എന്താ? അവിടെ വെലോസിറ്റി ഉണ്ടാവുന്നുണ്ട്. ഇനി വെലോസിറ്റിയും ടൈമിനനുസരിച്ച് വേരി ചെയ്താൽ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, ആക്സിലറേഷൻ. അപ്പം ഒരു സ്ട്രക്ചറിൽ ഡൈനാമിക് ലോഡിംഗ് വരുന്ന സമയത്ത് ആ സ്ട്രക്ചറിന്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആകാം, വെലോസിറ്റി ആകാം, ആക്സിലറേഷൻ ആകാം, സ്ട്രെസ് ആകാം. ക്ലിയർ ആയില്ലേ? ഡിറ്റർമിനിസ്റ്റിക് അനാലിസിസിൽ ആ ഒരു അപ്രോച്ചിൽ നമുക്ക് ഈ പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ആക്സിലറേഷൻ, വെലോസിറ്റി ഇതിന്റെ എല്ലാത്തിന്റെയും റെസ്പോൺസ് ഒരു ഫംഗ്ഷൻ ഓഫ് ടൈമിൽ നമുക്ക് ഓൾറെഡി നോൺ ആയിരിക്കും. അതായത് എത്ര ടൈം, നമുക്ക് ടൈം എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന ഒരു വാല്യൂ ആയിരിക്കും. ഡിറ്റർമിനിസ്റ്റിക് ആണ്. ടൈം ഇത്ര ടൈമിലേക്ക് ഇത്ര ആക്സിലറേഷൻ, ഇത്ര വെലോസിറ്റി, അങ്ങനെ ഒരു കാര്യം നമുക്ക് അറിയാമെങ്കിൽ ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം, ടൈം എത്രയാണെന്ന് നമുക്ക് ഓൾറെഡി പ്രിസൈസ്ലി നോൺ ആണെങ്കിൽ നമുക്കതിനെ ഡിറ്റർമിനിസ്റ്റിക് അനാലിസിസ് എന്ന് വിളിക്കാം. ഇനി അതല്ല, ടൈം നമുക്കറിയില്ല, ആക്ച്വലി വേരിയേഷൻ ഓഫ് വൈബ്രേഷൻ ഈസ് നോട്ട് കംപ്ലീറ്റ്ലി നോൺ. എങ്ങനെയാണ് ഇതിന്റെ വൈബ്രേഷൻ എന്നത് നമുക്കറിയില്ല, എത്ര ടൈമിലാണ് ഇത് വേരി ചെയ്യുന്നത്, അങ്ങനെ ഒരു കാര്യം നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അനലൈസ് ചെയ്യേണ്ടത് നോൺ ഡിറ്റർമിനിസ്റ്റിക് അനാലിസിസ് ആണ്.
So it provides only statistical information about the response from the statically defined loading. അതായത് നമ്മൾ കൊടുക്കുന്ന ലോഡിങ്ങിനനുസരിച്ച് നമുക്കൊരു അപ്രോക്സിമേറ്റ് അനാലിസിസ് കിട്ടും. കാരണം ടൈം നമുക്ക് ഓൾറെഡി അറിയില്ല. ഇതാണ് രണ്ട് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോ ഒന്ന് ഡിറ്റർമിനിസ്റ്റിക് അനാലിസിസും രണ്ട് നോൺ ഡിറ്റർമിനിസ്റ്റിക് അനാലിസിസ്. ഡിറ്റർമിനിസ്റ്റിക് അനാലിസിസിൽ ടൈം പീരീഡ് നമുക്ക് അറിയായിരിക്കും. നോൺ ഡിറ്റർമിനിസ്റ്റിക് അനാലിസിസിൽ ടൈമിനെ പറ്റി നമുക്ക് ഐഡിയ ഉണ്ടാവില്ല. ഏതാണ് എങ്ങനെയാണ് അതിന്റെ വൈബ്രേഷൻ എങ്ങനെയാണ് ടൈം വേരി ചെയ്യുന്നതെന്ന് അവെയർ അല്ല. അപ്പൊ മെയിൻലി ഡിറ്റർമിനിസ്റ്റിക് ലോഡിങ്ങിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തിയറി പോർഷൻ ആണ്, നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ഡിറ്റർമിനിസ്റ്റിക് ലോഡിംഗ് എന്ന് പറയുന്നത് ടൈം നമുക്ക് അറിയാം അല്ലെ. അപ്പൊ ടൈം അറിയാം. അതിൽ വേരിയസ് ടൈപ്പ് ഓഫ് ഡിറ്റർമിനിസ്റ്റിക് ലോഡിംഗ് എന്ന് പറയുന്നത് പീരിയോഡിക് ലോഡിംഗ് ഉണ്ട്. എന്താണ് പീരിയോഡിക് ലോഡിംഗ്? എന്താണ്, ഇപ്പം ഒരു വേവ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മൾ ഡൈനാമിക് ലോഡിങ്ങിന് വേവ് ഫോം അല്ലെങ്കിൽ ഒരു വേവ് എനർജി ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഒരു വേവിന് എന്തുണ്ട്, അതിന്റെ ടേംസ് ഒക്കെ നമ്മൾ പഠിക്കും. ഒരു വേവിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും അല്ലേ. അപ്പൊ ആ വേവ് ഹൈറ്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആ ആംപ്ലിറ്റ്യൂഡ് അതിന്റെ വാല്യൂ ആണ്. ഐദർ ഇറ്റ് ക്യാൻ ബി ഡിസ്പ്ലേസ്മെന്റ് ആവാം അല്ലെങ്കിൽ ഫോഴ്സ് ആകാം. അപ്പൊ ആ ഒരു ഫോഴ്സ് ആംപ്ലിറ്റ്യൂഡ് കൂടാന്ന് പറഞ്ഞാൽ അത് അത്രയും എമൗണ്ട് ഓഫ് എനർജി, അത്രയും എമൗണ്ട് ഓഫ് ലോഡ് വരുന്നു. അപ്പം ഈ പറയുന്ന വേവിന്റെ അല്ലെങ്കിൽ ഓരോ വേവ് ഈക്വലി സ്പേസ്ഡ് അല്ലെങ്കിൽ ഓരോ ടൈം ഇന്റർവെല്ലിന് ടൈം വേരിയേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെങ്കിൽ, ഒരു വേവ് അടുത്ത വേവ് എന്ന് പറയുന്നത് സെയിം ടൈമിൽ തന്നെയാണെങ്കിൽ അല്ലെങ്കിൽ പീരീഡ് ഓഫ് ടൈം ഇൻ പീരീഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് അതിനെ പീരിയോഡിക് ലോഡിംഗ് എന്ന് പറയാം ഇല്ലേ. പീരിയോഡിക് ലോഡിംഗ് അല്ലെങ്കിൽ പീരിയോഡിക് മോഷൻ എന്നൊക്കെ നിങ്ങൾ പറയില്ലേ, ഒരു ടൈം ഇന്റർവെൽ കഴിയുമ്പോൾ അടുത്തത് തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് വരുന്ന മോഷനെ പീരിയോഡിക് മോഷൻ എന്ന് പറയും. എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഒരു പെൻഡുലത്തിന്റെ മോഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാം ഇല്ല. പർട്ടിക്കുലർ ടൈമിൽ കറക്റ്റ് ടൈമിൽ അത് ഒരു മൂവ്മെന്റിന് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് വാട്ട് പീരിയോഡിക് ലോഡിംഗ്. അതുപോലെ സിമ്പിൾ ഹാർമോണിക് മോഷൻ പോലെ ടൈം വേരിയേഷൻ, അതായത് സെയിം ടൈം ഇന്റർവെല്ലിൽ സെയിം നമ്പർ ഓഫ് സൈക്കിൾസ്, മനസ്സിലായോ? അതാണ് പീരിയോഡിക് ലോഡിംഗ്. ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾക്ക് വേവ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. അപ്പം ഈ ഒരു നോക്കാം, ഇങ്ങനെയാണ് ഈ ഒരു വേവ് പോകുന്നത്. അപ്പം ഈ ഒരു ഫസ്റ്റ് വേവ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഹൈറ്റിൽ പോയി, ദെൻ നെഗറ്റീവ് ആയിട്ട് പോയി, ഇവിടെ വന്ന് നിന്നു, ഒരു ട്രഫും ഒരു ക്രസ്റ്റും. അങ്ങനെ ഇത്രയും പോർഷനാണ് ഒരു വേവ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു വേവിൽ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയാം. അപ്പം ഈ ഒരു ടൈം പീരീഡിൽ എടുത്ത വേവ് തന്നെയാണ് അടുത്ത ടൈം പീരീഡിൽ സെയിം ടൈം പീരീഡിലാണ് സെയിം വേവുകൾ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് എങ്കിൽ അതിനെ പീരിയോഡിക് ലോഡിംഗ് എന്ന് പറയും. ഇനി ഇതും ഒരു അടുത്ത ടൈപ്പ് ഓഫ് പീരിയോഡിക് ലോഡിംഗ് തന്നെയാണ്. കാരണം ഇതിൽ നോക്കുക, ഒരു പെർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലിൽ ഉണ്ടായിട്ടുള്ള വേവ് ഈ ഒരു തരത്തിലാണ് ഇതിന്റെ പാറ്റേൺ. ബട്ട് ഇത് തന്നെയാണ് അതേ സെയിം പീരീഡ് ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്തു പോകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഒരു ടൈം ഇന്റർവെല്ലിൽ ഒരു വേവ് ടൈപ്പ് ഓഫ് പാറ്റേൺ ഉണ്ടെങ്കിൽ സെയിം പീരീഡ് ഓഫ് ഇന്റർവെല്ലിന് ആ വേവ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ലോഡിങ്ങിനെ പറയുന്നതാണ് പീരിയോഡിക് ലോഡിംഗ്. ക്ലിയർ ആണോ? ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പൊ പീരിയോഡിക് ലോഡിംഗ് പോലെ തന്നെ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് നോൺ പീരിയോഡിക് ലോഡിംഗ്. എന്താണ് അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ലോഡിംഗ് ഡസ് നോട്ട് എക്സിബിറ്റ് ദ സെയിം ടൈം വേരിയേഷൻ സക്സസീവ്ലി. ഒരു ടൈം പീരീഡിൽ ഉണ്ടാവുന്ന വേവ് അല്ലെങ്കിൽ ലോഡിംഗ് ആയിരിക്കില്ല അടുത്ത ടൈം പീരീഡിന് ഉണ്ടാവുക. ദാറ്റ് ഈസ് മേ ബി ഐദർ ഷോർട്ട് ഡ്യൂറേഷൻ ഓർ ലോങ് ഡ്യൂറേഷൻ ഇമ്പൾസീവ് ലോഡിംഗ്. അതായത് ഒരു വേവ് ഫോമിൽ ഉണ്ടാവുന്ന ടൈം പീരീഡ് കുറവാണെങ്കിൽ അടുത്ത സെയിം വേവ് പീരീഡിന് ചിലപ്പോൾ കൂടുതൽ ടൈം എടുക്കാം അല്ലെങ്കിൽ കുറവ് ടൈം എടുക്കാം. അങ്ങനെ ഉണ്ടാവുന്ന ലോഡിങ്ങിനെ നമ്മൾ ഇമ്പൾസീവ് ലോഡിംഗ് എന്ന് പറയും. ഇമ്പൾസീവ് ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ടൈമിൽ ലാർജ് എമൗണ്ട് ഓഫ് ഫോഴ്സ് വരുന്നതിനാണ് ഇമ്പൾസീവ് ലോഡിംഗ് എന്ന് പറയാം. ലൈക്ക് എക്സാമ്പിൾ എന്തൊക്കെയാണ്? ബോംബ് ബ്ലാസ്റ്റ്. ഒരു ബിൽഡിംഗിൽ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായാൽ ഷോർട്ട് ഫ്രാക്ഷൻ ഓഫ് ടൈമിൽ ഒരു ലാർജ് എനർജി റിലീസ് ചെയ്യാണ്. അതുപോലെ തന്നെയാണ് എർത്ത് ക്വേക്ക് ലോഡിംഗ്. അപ്പം നോൺ പീരിയോഡിക് ലോഡിങ്ങിന് എക്സാമ്പിൾ ആണ് ബോംബ് ബ്ലാസ്റ്റ്, അതുപോലെ എർത്ത് ക്വേക്ക് ലോഡിംഗ് ഒക്കെ. ദെൻ പീരിയോഡിക് ലോഡിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ സപ്പോസ് ഏതെങ്കിലും കൈൻഡ് ഓഫ് ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ മെഷീൻ വർക്ക് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വൈബ്രേഷൻ കാരണം ഒരു ഡൈനാമിക് ലോഡിംഗ് വരും. ബട്ട് ആ ഒരു മെഷീന്റെ വൈബ്രേഷൻ ചിലപ്പോൾ കുറെ നേരത്തേക്ക് ലോഡിംഗ് അല്ലെങ്കിൽ അതിന്റെ ഒരു പാറ്റേൺ സെയിം ആണെങ്കിൽ അതിനെ നമുക്ക് പീരിയോഡിക് ലോഡിംഗ് എന്ന് വിളിക്കാം.
ഓക്കെ. ദെൻ പീരിയോഡിക് ലോഡിങ്ങിന്റെ എക്സാമ്പിൾ നമ്മൾ പീരിയോഡിക് മോഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് സിംപ്ലി ഹാർമോണിക് മോഷൻ, സിമ്പിൾ ഹാർമോണിക് മോഷൻ, അത് എക്സാമ്പിൾ ആയിട്ട് പറയാം. സോ ദീസ് ആർ ടു ടൈപ്സ് ഓഫ് ഡിറ്റർമിനിസ്റ്റിക് അനാലിസിസ്. ഓക്കെ. അപ്പം ബേസിക്കലി ഇതിന് വരുന്നത് എന്താണ് സ്റ്റാറ്റിക് ലോഡിംഗ്, എന്താണ് ഡൈനാമിക് ലോഡിംഗ്, അത് തമ്മിലുള്ള കമ്പാരിസൺ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം സ്റ്റാറ്റിക് ലോഡിംഗ് എന്താണ്, കോൺസ്റ്റന്റ്. വിത്ത് റെസ്പെക്ട് ടു ടൈം ലോഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ദെൻ ഡൈനാമിക് ലോഡിംഗിൽ ലോഡ് ഹാസ് ടൈം വേരിയിങ് നേച്ചർ, ടൈം വേരി ചെയ്തുകൊണ്ടിരിക്കും. അതായത് ടൈം മാറുന്തോറും ലോഡും വേരി ചെയ്തുകൊണ്ടിരിക്കും. ദെൻ സ്റ്റാറ്റിക് പ്രോബ്ലം ഹാസ് ഓൺലി വൺ റെസ്പോൺസ്, ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്. അതായത് ഒരു സ്റ്റാറ്റിക് ലോഡിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളിപ്പോ നേരത്തെ ഒരു ബീം അനലൈസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഫ്രെയിം അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഒറ്റ റെസ്പോൺസ് ഉണ്ടായുള്ളൂ, ഡിസ്പ്ലേസ്മെന്റ്. ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ റൊട്ടേഷൻ എന്താണെങ്കിലും ഒരു ഡിഗ്രി ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിരുന്നുള്ളൂ, 1 ഡിഗ്രി ആയിരുന്നു. ബട്ട് ഡൈനാമിക് റെസ്പോൺസിൽ ടൈം വേരി ചെയ്യുന്നുണ്ട്. അതായത് ഡിസ്പ്ലേസ്മെന്റ് ഒരു സൈഡിലേക്ക് ഉണ്ടായാൽ അവിടെ ടൈം വേരി ചെയ്താൽ എന്ത് പറ്റും, അവിടെ വീണ്ടും വെലോസിറ്റി ഉണ്ടാവും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി, ദെൻ വീണ്ടും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്താണ്, ആക്സിലറേഷൻ. അപ്പം ദർ ആർ മെയിൻലി 3 റെസ്പോൺസസ്. ഡൈനാമിക് ലോഡിംഗ് വന്നാൽ 3 തരത്തിൽ റെസ്പോൺസ് ഉണ്ടാവും, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. വെറാസ് ഇൻ സ്റ്റാറ്റിക് ലോഡിംഗ് ദർ ഈസ് ഓൺലി 1 റെസ്പോൺസ്, അതെന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ്. Okay, then static problem has only one solution, but dynamic problem has infinite number of solutions which are time dependent in nature. Dynamic analysis is more complex and time consuming. ഊഹിക്കാം ഇല്ലേ, സ്റ്റാറ്റിക് പ്രോബ്ലത്തിൽ ഒറ്റ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. നമുക്ക് എന്താണോ നമ്മുടെ അൺനോൺ, ഏതെങ്കിലും ഒരു നോഡിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാകും. അവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാൻ നമുക്ക് സ്റ്റിഫ്നെസ് മെത്തേഡ് ഉണ്ട്, ഫോഴ്സ് മെത്തേഡ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള മെത്തേഡ്. എന്താണെങ്കിലും നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ സൊല്യൂഷനേ കിട്ടുള്ളൂ. ബട്ട് ഡൈനാമിക് ലോഡിംഗിൽ ടൈം വേരി ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ടൈമിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും വേരി ചെയ്യാണ്, ലാർജ് എമൗണ്ട് ഓഫ് വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. ആ വേരിയേഷൻ കാരണം എന്താണ്, ഓരോ പോയിന്റിൽ തന്നെ അല്ലെങ്കിൽ ഒരു നോഡ് എടുക്കുകയാണെങ്കിൽ തന്നെ അവിടെ പല ഡയറക്ഷനിലും പല വാല്യൂസ് ആയിരിക്കും അല്ലേ. അപ്പൊ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ എത്ര ഡയറക്ഷൻ നമുക്ക് പറയാം, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡയറക്ഷൻസ് പറയാം. അങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡയറക്ഷൻസിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാകും. സോ ഡൈനാമിക് അനാലിസിസ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലക്സ് ആണ്, ടൈം കൺസ്യൂമിങ് ആണ്. ഓക്കെ, അതായത് ഇപ്പോൾ എർത്ത് ക്വേക്ക് വന്നാൽ നമുക്ക് അതിന്റെ ബിഹേവിയർ എങ്ങനെയായിരിക്കും എന്ന് ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഓരോ പോയിന്റിലും ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡം, ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു നോഡ് എടുത്താൽ, ഒരു സ്ട്രക്ചറിന്റെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്താൽ ആ പോയിന്റിലെ പല ഡയറക്ഷനിലും പല പ്രോപ്പർട്ടി ആയിരിക്കും ഇതിന് വരിക. അപ്പം ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഒരു നോഡിൽ തന്നെ വരും. അത്രയും ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ അത്രയും സൊല്യൂഷൻ ഉണ്ടാകും. സോ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്. അതുകൊണ്ട് തന്നെ ഡൈനാമിക് അനാലിസിസ് എന്ന് പറയുന്നത് കോംപ്ലക്സ് ആണ്, ടൈം കൺസ്യൂമിങ് ആണ്. ദെൻ അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇൻ സ്റ്റാറ്റിക് പ്രോബ്ലം ദ റെസ്പോൺസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഫോഴ്സ് ഓർ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. ഇല്ലേ, ആദ്യം പഠിച്ച 2 ടൈപ്പ് ഓഫ് മെത്തേഡുകളാണ്, ഫോഴ്സ് മെത്തേഡ് അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ്. അപ്പൊ ഫോഴ്സ് മെത്തേഡ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് ആണെങ്കിലും നമ്മളുടെ ഫോഴ്സുകൾ യൂസ് ചെയ്ത് നമ്മൾ പിന്നെ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ പറ്റും ഇല്ലേ. ബട്ട് ഡൈനാമിക് പ്രോബ്ലത്തിൽ ദ റെസ്പോൺസസ് ഡിപ്പെൻഡ് നോട്ട് ഓൺലി അപ്പോൺ ദ ലോഡ് ബട്ട് ഓൾസോ ഓൺ ഇനേർഷ്യ ഫോഴ്സസ്. സോ ടോട്ടൽ റെസ്പോൺസസ് ആർ കാൽക്കുലേറ്റഡ് ബൈ ഇൻക്ലൂഡിംഗ് ഇനേർഷ്യ ഫോഴ്സ് അലോങ് വിത്ത് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. അതായത് ഇവിടെ സ്റ്റാറ്റിക് പ്രോബ്ലത്തിൽ നമ്മൾ ഒരു ലോഡ് കൊടുക്കുന്നു അല്ലെ, ആ ലോഡ് കൊടുത്താൽ എവിടെയെങ്കിലും ഒരു ബീമിൽ കുറെ ലോഡുകൾ കൊടുത്തിട്ടുണ്ട്, ആ ലോഡും പല നോഡുകൾ അല്ലെങ്കിൽ പല ജോയിന്റുകൾ കൺസിഡർ ചെയ്താൽ അതിന് അബൌട്ട് ആയിട്ട് ഇക്വിലിബ്രിയം കണ്ടീഷൻ നോക്കുക. ആ 2 കണ്ടീഷൻ വഴി, അതായത് ഫോഴ്സും അതിന്റെ നോഡുകളിൽ ഉണ്ടാവുന്ന ഇക്വിലിബ്രിയം, സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് യൂസ് ചെയ്ത് നമുക്ക് അതിലെ അൺനോൺ വാല്യൂസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യാൻ പറ്റും, ഫൈനലി കണ്ടുപിടിക്കാൻ പറ്റും. ബട്ട് ഡൈനാമിക് പ്രോബ്ലത്തിൽ എന്ത് പറ്റും, ഞാൻ പറഞ്ഞു ഒരു ഇനേർഷ്യ, ലാർജ് നമ്പർ ഓഫ് ഇനേർഷ്യ ഫോഴ്സസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ വൈബ്രേഷൻ വന്നാൽ ഇനേർഷ്യ ഫോഴ്സസ്, അതായത് കൈനറ്റിക് എനർജി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇനേർഷ്യ ഫോഴ്സസ് യൂസ് ചെയ്തിട്ടേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഡയറക്ട്ലി അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ വേരിയിങ് ആണ്. അപ്പൊ വേരി ചെയ്യുന്ന ഒരു ഫോഴ്സ് വന്നാൽ സ്ട്രക്ചറിൽ ഉണ്ടാവുന്ന ഫോഴ്സ് എന്താണ്, ഇനേർഷ്യ ഫോഴ്സസ് ആണ്. ആ ഇനേർഷ്യ ഫോഴ്സസും എലോങ് വിത്ത് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം, ഈ 2 കണ്ടീഷനും യൂസ് ചെയ്ത് വേണം ഡൈനാമിക് അനാലിസിസിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ വെലോസിറ്റി അല്ലെങ്കിൽ ആക്സിലറേഷൻ, ഈ
അൺനോൺ വാല്യൂസ് കണ്ടുപിടിക്കാൻ. ഓക്കെ ആണോ? അപ്പൊ ആലോചിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. സ്റ്റാറ്റിക് അനാലിസിസിൽ എന്താണ്? സ്റ്റാറ്റിക് അനാലിസിസ് ടൈം കോൺസ്റ്റന്റ് ആണ്, ഡൈനാമിക്കില് ടൈം വേരിയിങ് ആണ്. അതുപോലെ ഇതിൽ ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. ബട്ട് ഡൈനാമിക് അനാലിസിസിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ട്, കാരണം ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. അതുപോലെ ഇതിലുണ്ടാവുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. ഇവിടെ ഉണ്ടാവുന്ന സൊല്യൂഷൻ അല്ലെങ്കിൽ അൺനോൺ എന്ന് പറയുന്നത് ഇത് ഡിസ്പ്ലേസ്മെന്റ് ആകാം, വെലോസിറ്റി ആകാം, ആക്സിലറേഷൻ ആകാം, കാരണം ടൈം വേരി ചെയ്യുന്നുണ്ട്. അതുപോലെ അനാലിസിസിന്, സ്റ്റാറ്റിക് അനാലിസിസിന് നമുക്ക് വേണ്ടത് ഫോഴ്സും സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം കണ്ടീഷൻസും ആണ്. ബട്ട് ഇൻ ഡൈനാമിക് അനാലിസിസ് വി നീഡ് ഇനേർഷ്യ ഫോഴ്സസ് ആൻഡ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. ഇത്രയാണ് ബേസിക് ഡിഫറൻസസ് വരുന്നത് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ലോഡിംഗ് ഓർ ഡൈനാമിക് അനാലിസിസ്. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആണോ? ക്ലിയർ ആണ് മിസ്. ബ്രേക്ക് ആയായിരുന്നോ വോയിസ്? ഇല്ല മിസ്. ഓക്കെ, ക്ലിയർ ആണോ ഇത്ര എടുത്തത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഏതെങ്കിലും കാര്യങ്ങൾ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? ക്ലിയർ ആണ് മിസ്. ഓക്കെ, അപ്പൊ ഇനി നോക്കാനുള്ളത് വാട്ട് ആർ ദ കോസസ് ഓഫ് ഡൈനാമിക് ഇഫക്റ്റ്. എങ്ങനെയൊക്കെ ഡൈനാമിക് എഫക്ട് അല്ലെങ്കിൽ ഡൈനാമിക് ലോഡിംഗ് വരാനുള്ള ഒരു കാരണങ്ങൾ മൂന്നെണ്ണമാണ് മെയിൻലി. ഇനീഷ്യൽ കണ്ടീഷൻ, എക്സ്റ്റേണൽ ലോഡിംഗ് ആൻഡ് സപ്പോർട്ട് മോഷൻ. അതായത് ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാല് വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ്, അതായത് ഒരു സിസ്റ്റത്തില് ഏതെങ്കിലും തരത്തിൽ ഇനീഷ്യലി വെലോസിറ്റി അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ അതിൽ ആ ഒരു സ്ട്രക്ചറിൽ പിന്നീട് ഒരു ഡൈനാമിക് എഫക്ട് അല്ലെങ്കിൽ ഒരു ഡൈനാമിക് മോഷൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയൊക്കെ ഡൈനാമിക് ഇഫക്റ്റ് വരാം. ഒന്ന് ഇനീഷ്യൽ കണ്ടീഷൻ, അതായത് ഓൾറെഡി അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ വെലോസിറ്റി ഉണ്ടെങ്കിൽ അതിലൊരു ഡൈനാമിക് ഇഫക്റ്റ് ഉണ്ടാകും, ഡൈനാമിക് മോഷനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കാരണം ഉണ്ടാവുന്ന വൈബ്രേഷൻ, ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ എർത്ത് ക്വേക്ക് വരാണെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. അതല്ല ഒരു മെഷീൻ വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതും കൈൻഡ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ്. സോ സംടൈംസ് വൈബ്രേഷൻ ഇൻ ദ സിസ്റ്റം ഡ്യൂ ടു ആപ്ലിക്കേഷൻ ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ്. അതുപോലെ മൂന്നാമത്തെ ഒരു കണ്ടീഷൻ സപ്പോർട്ട് മോഷൻ. എന്താണ് സപ്പോർട്ട് മോഷൻ? അതായത് ഇപ്പൊ ഒരു സപ്പോർട്ടില്, അതായത് ഇപ്പം അതായത് ഒരു എർത്ത് ക്വേക്ക് വരാണ്. ആ എർത്ത് ക്വേക്ക് വരാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഒരു സ്ട്രക്ചറിന്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഫൗണ്ടേഷനിലാണ് ഇതിന് എവിടെയാണ് എർത്ത് ക്വേക്ക് ഫോഴ്സ് വരിക? എർത്ത് ക്വേക്ക് ഫോഴ്സ് വരുന്നത് നമ്മുടെ ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷനും സോയിലിനും ഇടയ്ക്കായിട്ടാണ് ആ ഒരു വേവ് അല്ലെങ്കിൽ ആ ഒരു ഹൊറിസോണ്ടൽ വൈബ്രേഷൻ വരിക. അപ്പൊ ആ സമയത്ത് സപ്പോർട്ടാണ് ആക്ച്വലി വൈബ്രേറ്റ് ചെയ്യുന്നത്, അല്ലെ? നമ്മുടെ ഒരു ബിൽഡിംഗ് നമ്മൾ കാണുന്ന ഒരു എർത്ത് ക്വേക്ക് മൂവ്മെന്റിൽ എർത്ത് ക്വേക്ക് വന്നാൽ ശരിക്കും ആ ബിൽഡിംഗ് അല്ല ആക്ച്വലി വൈബ്രേറ്റ് ചെയ്യുന്നത്, അതിന്റെ താഴെ വരുന്ന അല്ലെങ്കിൽ ഫൗണ്ടേഷനും സോയിലും ആ ഒരു ഇന്റർഫേസിലാണ് ശരിക്കും ആ വൈബ്രേഷൻ വരുന്നത്. അപ്പം അവിടെ സപ്പോർട്ടിന്റെ മോഷൻ, അല്ലെ? ആ സപ്പോർട്ട് മോഷൻ കാരണമാണ് ടോട്ടലി ആ ഒരു സ്ട്രക്ചറിൽ നമുക്ക് വൈബ്രേഷൻ വരുന്നത്. സോ മൂന്ന് കാര്യങ്ങളാണ് ഒരു ഡൈനാമിക് മോഷൻ അല്ലെങ്കിൽ ഡൈനാമിക് വൈബ്രേഷൻ ഇൻഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഒന്ന് ഇനീഷ്യൽ കണ്ടീഷൻ, ഓൾറെഡി ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്പ്ലേസ്മെന്റോ വെലോസിറ്റിയോ ഇൻബിൽട്ട് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ ആയിട്ട് ആ ഒരു സ്ട്രക്ചറിൽ പ്രിവെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നീട് എന്തെങ്കിലും തരത്തിൽ അതിനൊരു ഡൈനാമിക് എഫക്റ്റ് വരാം. അതുപോലെ എക്സ്റ്റേണൽ ലോഡിംഗ്, എന്തെങ്കിലും എക്സ്റ്റേണൽ ലോഡിംഗ് വരാവുന്ന തരത്തിൽ ഒരു മെഷീനോ അല്ലെങ്കിൽ എന്തെങ്കിലും വിൻഡ് ഫോഴ്സ് ഒക്കെ എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ്. അതുപോലെ തന്നെ സപ്പോർട്ട് മോഷൻ, എന്തെങ്കിലും തരത്തിലുള്ള സപ്പോർട്ടിൽ ഉണ്ടാവുന്ന മോഷനുകളും ആ ഒരു സ്ട്രക്ചറിൽ ഡൈനാമിക് ലോഡിംഗ് ഇൻഡ്യൂസ് ചെയ്യാം. മൂന്ന് കോസുകളാണ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് കാണാനുള്ളത് കുറച്ച് ബേസിക് ഡെഫിനിഷൻസ്. ബേസിക് ഡെഫിനിഷൻസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് ഇനി ഡെറിവേഷൻ വരുമ്പോൾ ഇങ്ങനെ ടേംസ് പറയും, ആ ടേംസിന്റെ സമയത്ത് ഇതൊക്കെയാണ് എന്നറിയാനായിട്ട് കുറച്ച് ഡെഫിനിഷൻ. സിമ്പിൾ ആണ്, ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ. വാട്ട് ഈസ് മാസ്? നമുക്ക് ഒരു ഡൈനാമിക്
വേവ് ഞാൻ പറഞ്ഞു ഡൈനാമിക് ലോഡിങ്ങിനെ എപ്പോഴും ഒരു വേവ് ഫോമിലാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പം ഈ ഒരു ഡൈനാമിക് അനാലിസിസിന് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്ട്രക്ചറിനെ നമ്മൾ സ്പ്രിംഗ് മാസ് എലമെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതായത് സ്പ്രിങ്ങും മാസും പിന്നെ ഒരു ഡാമ്പിംഗ് സിസ്റ്റം. അപ്പൊ എന്താണ് ഡാമ്പിംഗ് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതില് സ്പ്രിംഗ് ആൻഡ് മാസ് യൂണിറ്റ് എന്ന് പറയാം. അപ്പൊ സ്പ്രിംഗ് എന്താണ്? സ്പ്രിംഗിൽ നമുക്കൊരു വൈബ്രേഷൻ എളുപ്പം മനസ്സിലാക്കാൻ പറ്റും ഇല്ലേ? സ്പ്രിംഗ് മൂവ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു ഡൈനാമിക് മോഷന് വേണ്ടിയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതുപോലെ മാസ്, എന്താണ് മാസ് എന്ന് പറഞ്ഞാല് ടെക്നിക്കലി അല്ലെങ്കിൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ദാറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ആൻ അൺറെസിസ്റ്റഡ് അല്ലെങ്കിൽ അൺറെസ്ട്രിക്റ്റഡ് ബോഡി റെസിസ്റ്റ് ദ ആപ്ലിക്കേഷൻ ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്. അതായത് ഇപ്പം ഒരു ബോഡിക്ക് മാസ് കൂടുതലാണെന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് മാസ് കൂടുന്തോറും എക്സ്റ്റേണൽ ഫോഴ്സിനെ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും ഇല്ല? അത്രയും റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം മാസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഒരു ബോഡിക്ക് എക്സ്റ്റേണൽ ഫോഴ്സിനെ അപ്ലൈ ചെയ്യുമ്പോൾ അതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. Then unit normally എല്ലാവർക്കും അറിയാവുന്നത് തന്നെ യൂണിറ്റ് കിലോഗ്രാം. മാസ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഡിവൈഡിങ് വെയിറ്റ് ഓഫ് ദ ബോഡി ബൈ ആക്സലറേഷൻ ഓഫ് ഗ്രാവിറ്റി. വെയിറ്റ് എന്താണ്? മാസ് ഇൻറ്റു ആക്സലറേഷൻ, എം ജി അല്ലേ? ഡബ്ല്യു ഈക്വൽ ടു എം ജി. എം എന്ന് പറയുന്നത് മാസ്, ജി എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എം എന്ന് പറയുന്നത് അപ്പം എന്താണ്? ഡബ്ല്യു ബൈ ജി. ജസ്റ്റ് ഡെഫിനേഷൻ ആണ്. ദെൻ സ്റ്റിഫ്നെസ്. വാട്ട് ഈസ് സ്റ്റിഫ്നെസ്? ഇത്രയും നമ്മൾ പഠിച്ചതാണ് സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ. ഫോഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ഡീഫോർമേഷൻ ഇല്ലേ? സ്റ്റിഫ്നെസ് കെ എന്ന് പറയുന്നത് എപ്പോഴായിരുന്നു? നമ്മൾ യൂണിറ്റ് ലോഡ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ എത്ര ഫോഴ്സ് അല്ലേ? യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കാരണം എത്ര ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു, അതാണ് സ്റ്റിഫ്നെസ്. യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ. ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റിന്, യൂണിറ്റ് മീറ്റർ എന്ന് പറഞ്ഞാൽ പെർ മീറ്റർ, ഒരു ഡിസ്പ്ലേസ്മെന്റിന് എത്ര ഫോഴ്സ്, ദാറ്റ് ഈസ് സ്റ്റിഫ്നെസ്. ദെൻ നാച്ചുറൽ പീരീഡ് ടി. നാച്ചുറൽ പീരീഡ് എന്താണ്? ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ ഓഫ് ഫ്രീ വൈബ്രേഷൻ എക്സ്പ്രസ്ഡ് ഇൻ സെക്കൻഡ്. ഇപ്പൊ ഒരു വേവ് ആണെങ്കിൽ, ഒരു സൈനസോയിഡൽ വേവ് കൺസിഡർ ചെയ്യുക. ആ ഒരു വേവില് എന്താണ്? ഒരു പോസിറ്റീവ് വേവ് ഉണ്ട്, ഒരു നെഗറ്റീവ് വേവ് ഉണ്ട്. അങ്ങനെ ഒരു കോമ്പിനേഷൻ ഓഫ് പോസിറ്റീവ് വേവും നെഗറ്റീവ് വേവും കൂടെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു വേവ് കിട്ടും. അങ്ങനെ ഒരു സൈക്കിൾ ഓഫ് വേവിന് എത്ര ടൈം എടുക്കും? ആ ഒരു ടൈമാണ് നാച്ചുറൽ പീരീഡ് ടി എന്ന് പറയുന്നത്. അപ്പം ഒരു വേവ് എന്ന് പറഞ്ഞാൽ കുറെ സൈക്കിൾ ഉണ്ടാവും. ആ ടോട്ടൽ ടൈം പീരീഡ് അല്ലെങ്കിൽ ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഓഫ് സൈക്കിൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നാച്ചുറൽ പീരീഡ് ടി എന്ന് കിട്ടും. ഒരു വേവില് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട ടൈമിനെയാണ് നമ്മൾ നാച്ചുറൽ പീരീഡ് ടി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ സെക്കൻഡ്സ്. ഓക്കെ. ദെൻ വാട്ട് ഈസ് നാച്ചുറൽ ഫ്രീക്വൻസി? ഫ്രീക്വൻസി ഓൾറെഡി എന്താണ്? നമ്പർ ഓഫ് സൈക്കിൾ പെർ യൂണിറ്റ് ടൈം. ഇൻവേഴ്സ് ഓഫ് നാച്ചുറൽ ടൈം പീരീഡിന്റെ നാച്ചുറൽ പീരീഡ് ടിയുടെ ഇൻവേഴ്സ് ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. Then when no external force act on the system after giving an initial displacement, the body vibrates. These vibrations are called free vibrations and their frequency is called natural frequency. It is expressed as radians per second or hertz. അതായത് ഒരു ബോഡി വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ കുറെ സൈക്കിൾ ഉണ്ടാകും ഇല്ലേ? അങ്ങനെ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ എത്ര നമ്പർ ഓഫ് സൈക്കിൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ജനറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം പെർ സെക്കൻഡിൽ എത്ര നമ്പർ ഓഫ് സൈക്കിൾ, പെർ മിനിറ്റിൽ എത്ര നമ്പർ ഓഫ് സൈക്കിൾ. ജനറലി നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ് നമ്മൾ ഫ്രീക്വൻസി ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. അതിന്റെ യൂണിറ്റ് എന്താണ്? റേഡിയൻസ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ ഹെർട്സ്. ഓക്കെ. എല്ലാ ബോഡികളും, ഇപ്പൊ നമ്മള് എർത്തിലുള്ള എല്ലാ ബോഡീസിനും ഇതിന് ഒരു നോർമൽ നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. നമ്മുടെ ബോഡിക്കാണെങ്കിലും എല്ലാത്തിനും ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. വളരെ ചെറിയ വാല്യൂ ആയിരിക്കും. അപ്പൊ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇപ്പൊ ഡൈനാമിക് ലോഡിംഗ് ഒക്കെ വരുന്ന സമയത്ത് അതിന്റെയൊക്കെ ഫ്രീക്വൻസി വളരെ കൂടുതലായിരിക്കും. വളരെ കൂടുതൽ എന്ന് പറഞ്ഞാൽ ചെറിയ ഫ്രാക്ഷൻ ഓഫ് ടൈമിൽ തന്നെ കുറെ നമ്പർ ഓഫ് സൈക്കിൾസ് ഉണ്ടാവും. അതിന് ആംപ്ലിറ്റ്യൂഡ് കൂടുതലായിരിക്കും. നെക്സ്റ്റ് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് എന്താണ്? Amplitude is the maximum displacement or deformation of a vibrating system from its mean position is called amplitude. ഞാൻ ഒരു വേവ് കാണിച്ചിട്ട് നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കൺസിഡർ ദിസ് വേവ്. ഇത് നോക്കുകയാണെങ്കിൽ ഇതാണ് ഒരു
ഇതാണ് ഒരു പോസിറ്റീവ് വേവ്, ഇത് നെഗറ്റീവ് വേവ്. അപ്പം ഇത്രയും ടോട്ടൽ ഈ ഒരു വേവ് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് വൺ സൈക്കിൾ എന്ന് പറയാം. ഇതാണ് ഒരു സൈക്കിൾ. അപ്പം ഈ ടോട്ടൽ ഈ ഒരു സൈക്കിള് എത്ര ടൈം എടുത്തു ഇവിടെ തൊട്ട് ഇവിടെ വരെ, ഇല്ലേ? ഇത്രയും ടൈം ഇന്റർവെലിനെയാണ് നമ്മൾ എന്താ പറയാ, നാച്ചുറൽ പീരീഡ് എന്ന് പറയാം. അപ്പം ഇവിടെ ഇത് എത്ര ടൈം എടുത്തു? ഒരു സപ്പോസ് 2 സെക്കൻഡിലാണ് ഇവിടെ ഒരു സൈക്കിൾ ഉണ്ടായതെന്ന് വിചാരിക്കാം. അപ്പൊ ആ 2 സെക്കൻഡ് ആണ് നമ്മുടെ നാച്ചുറൽ പീരീഡ് എന്ന് പറയുന്നത്. അതായത് 2 സെക്കൻഡിലാണ് ഒരു സൈക്കിൾ പാസ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു സൈക്കിളിന് വേണ്ട ടൈം പീരീഡ് ആണ് നമ്മുടെ നാച്ചുറൽ പീരീഡ് എന്ന് പറയുന്നത് ടി. ഇനി ഫ്രീക്വൻസി എന്താണ് പറഞ്ഞത്? ഒരു സെക്കൻഡിൽ അല്ല, യൂണിറ്റ് ടൈമിൽ എത്ര നമ്പർ ഓഫ് സൈക്കിൾസ് പാസ് ചെയ്തു. ഇവിടെ സപ്പോസ് ഞാൻ പറയാണ് 2 സെക്കൻഡ് ആണ് ഇവിടുത്തെ നാച്ചുറൽ പീരീഡ് എങ്കിൽ, അല്ലെങ്കിൽ പീരീഡ് ടി എന്ന് പറയുന്നത് 2 സെക്കൻഡ്സ് ആണെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. ഇവിടുത്തെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2 സെക്കൻഡ് ആണ്. അതായത് 2 സെക്കൻഡിൽ ഒരു വേവ്. അപ്പം ഫ്രീക്വൻസി എന്ന് പറയുന്നത് ടൈമിന്റെ ഇൻവേഴ്സ് 1/t. 1/t എന്ന് പറഞ്ഞാൽ 1/2 സെക്കൻഡ്സ്. അതായത് 2 സെക്കൻഡിലാണ് ഇവിടെ ഒരു സൈക്കിൾ പാസ് ചെയ്തിട്ടുള്ളത്. ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ പാസ് ചെയ്തു എന്നുള്ളത് ആണ് ഫ്രീക്വൻസി. ഓക്കെ, മനസ്സിലായോ? എത്ര ടൈം പീരീഡ് ഉണ്ടോ അതിന്റെ ഇൻവേഴ്സ് ആയിരിക്കും നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ദെൻ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതാണ് ഒരു വേവ് അല്ലെ? ഈ ഒരു വേവിന്റെ മാക്സിമം ഓർഡിനേറ്റ്, ഈ വേവിന്റെ മാക്സിമം ഓർഡിനേറ്റ് ആണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഡിസ്പ്ലേസ്മെന്റ് ആകാം അല്ലെങ്കിൽ ഫോഴ്സ് ആകാം. അപ്പം ഇപ്പൊ ഒരു വേവ് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റിന്റെ ടേംസിലാണെങ്കിൽ അതിന്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് വേവിന്റെ ഹൈറ്റ് ആണ്. ഓക്കെ, അതാണ് ആംപ്ലിറ്റ്യൂഡ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ഇത് ഒന്ന് നോക്കിയിട്ട് വരാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇത് തിയറി തന്നെയാ. കുറച്ച് ഡെഫിനിഷൻസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഡെഫിനിഷൻസ് അറിഞ്ഞിരുന്നേ പറ്റുള്ളൂ. ഓക്കെ, എളുപ്പമല്ലേ ഇത്? നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ ഇത് കാര്യങ്ങൾ മനസ്സിലാകും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അറ്റൻഡൻസ് ഒന്ന് പറഞ്ഞോളൂ. റോൾ നമ്പർ പറയാമോ? റോൾ നമ്പർ 1. Present, miss. 2. 3. ഓക്കെ, നിങ്ങൾ ലീവ് ചെയ്തോളൂ. അറ്റൻഡൻസ് എടുക്കുന്നില്ല. ഓക്കെ, ബാക്കി നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം.